ഞാനൊരു ഉദാഹരണം പറയാം. ഒരു കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു സാറ്, കോളേജിൽ പഠിപ്പിക്കുന്ന ടീച്ചർ, രണ്ടുപേരും കോളേജ് അധ്യാപകരാണ്. രണ്ടുപേരും കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകരായതുകൊണ്ട് നല്ല സാലറി ദിവസവും കിട്ടുന്നവരാണ്. രണ്ടുപേർക്കും കാറും വാഹനങ്ങളും ഒക്കെയുണ്ട്. മുറ്റത്ത് മുഴുവൻ സിമെന്റ് ആയിട്ടിരിക്കുന്നത്, ഇന്റർലോക്കല്ല, സിമെന്റ് ഇട്ടിരിക്കുകയാണ്. പൂച്ചെടികൾ വെച്ചിട്ടുള്ള നല്ല വീടാണ്. അമ്മയുണ്ട് ആ വീട്ടിൽ. അമ്മയാണ് ഇവരുടെ കൊച്ചിനെ നോക്കുന്നതും ഒക്കെ. മക്കളൊക്കെ വലുതായി കഴിഞ്ഞപ്പം ഈ അപ്പനും അമ്മയും ഒരു കാര്യത്തിന്, ഈ പിള്ളേരാണെങ്കിൽ അധ്യാപകരുടെ മക്കളായതുകൊണ്ട് ഇവർക്ക് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്, ഞങ്ങളുടെ മക്കൾ ക്ലാസ്സിലും സ്കൂളിലും ഒന്നാമതായിരിക്കണം. അത് അധ്യാപകരുടെ മക്കളുടെ ഒരു പ്രത്യേകതയാണ്. അധ്യാപകർക്ക് അങ്ങനെ ആഗ്രഹമുണ്ട്. അവരുടെ മക്കൾ ഉയർന്നു നിൽക്കണം, സ്കൂളിൽ നല്ല ടോപ്പ് മാർക്ക് ആയിരിക്കണം എന്നൊരു ആഗ്രഹം അവർക്കുണ്ട്. അപ്പോൾ ഇവർക്കും അങ്ങനെ ആഗ്രഹമുണ്ട്. അവരുടെ ആഗ്രഹം പോലെ തന്നെ മക്കൾ എല്ലാം ടോപ്പാണ്. അധ്യാപകർക്കൊക്കെ പറയാൻ 100 നാവാണ് മക്കളെക്കുറിച്ച്. നിങ്ങളുടെ കൊച്ചു നല്ലതാണ്, കറക്റ്റാണ്, നല്ല ഓർഡറാണ്, വൃത്തിയാണ്, കൈയക്ഷരം നല്ലതാണ്, മാർക്കുണ്ട്, എല്ലാത്തിനും നല്ലതാണ്. പക്ഷെ അപ്പനും അമ്മയും മക്കളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയോ ദൈവവചനം പഠിപ്പിക്കുകയോ ചെയ്യാറില്ല. അപ്പം നമ്മൾ ചിന്തിക്കും, ശരിയാണല്ലോ, ഇവരിപ്പം പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് മക്കൾക്കൊക്കെ 1ാം റാങ്കും എല്ലാത്തിനും A+ ഒക്കെ കിട്ടുകയാണ്. അപ്പം നമ്മൾ തോന്നും, എല്ലാ ദിവസവും പ്രാർത്ഥിച്ച മാതാപിതാക്കൾക്ക് മക്കൾക്ക് ഇത്രയും മാർക്ക് കിട്ടുന്നില്ല, അപ്പം ഇവരാണല്ലോ ബെറ്റർ. ഒരു പ്രാർത്ഥനയില്ല. പ്രാർത്ഥനയ്ക്ക് ഇവർ കംപ്ലീറ്റ് എതിരാണ്, പള്ളിക്കും എതിരാണ്, പ്രാർത്ഥനയ്ക്കും എതിരാണ്. അവർ പള്ളിക്ക് ആവശ്യമായ പിരിവ് അത് സമയാസമയങ്ങളിൽ കൊടുക്കും. പക്ഷെ പള്ളിക്ക് ഇവർ മനസ്സുകൊണ്ട് എതിരാണ്, പ്രാർത്ഥനയ്ക്കെതിരാണ്, ദൈവവചനം വായിക്കുന്നതിനെതിരാണ്, വിശ്വാസത്തിനെതിരാണ്. എന്നാൽ ആരോഗ്യ പ്രശ്നമില്ല, ഇഷ്ടം പോലെ പണമുണ്ട്, ദാരിദ്ര്യമില്ല, ഒരു കുഴപ്പമില്ല, വലിയ വീട്, കാറ് എല്ലാം ഉണ്ട്. മക്കളാണെ കാണാനും കൊള്ളാവുന്നവരാണ്, മിടുക്കരുമാണ്, എല്ലാത്തിനും ടോപ്പാണ്. 10ാം ക്ലാസ്സിൽ ഏറ്റവും നല്ല മാർക്ക് കിട്ടിയപ്പം ആ നാട്ടിൽ ഫ്ലക്സ് വെച്ചു. ഈ കൊച്ചിൻ്റെ ഫോട്ടോ വെച്ച് ഫ്ലക്സ് നാട്ടുകാർ വെച്ചു. അവാർഡ് കിട്ടി, സമ്മാനം കൊടുത്തു. പള്ളിക്കാര് സമ്മാനം വീട്ടിൽ വന്ന് കൊടുക്കുന്നു, ആൾക്കാർ അപ്രിസിയേറ്റ് ചെയ്യുന്നു. ഭയങ്കര സംഭവം. പിന്നെ +1 +2 കാലത്ത് അതിനേക്കാൾ വലിയ മാർക്കാണ് കിട്ടിയേ. അത് കഴിഞ്ഞ് +2 കഴിഞ്ഞിട്ട് എല്ലാവരുടെയും പുകഴ്ചയും എല്ലാവരുടെയും സന്തോഷവും ഏറ്റുവാങ്ങിയ ഈ മകനെ കർണാടകയിൽ ഒരു സ്ഥലത്ത് നല്ല ഉയർന്ന ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടി കൊണ്ടുപോയി ചേർത്തു. ഹോസ്റ്റലിൽ നിർത്തി. ഇനിയാണ് തലവേദന എല്ലാം കലങ്ങിപ്പോയി. അവിടെ ചെന്ന് 1 വർഷം കഴിയുന്നതിന് മുമ്പ് കർണാടകയിൽ പഠിക്കാൻ വിട്ടവനെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തു. എന്തിന്? തമിഴ്നാട്ടിൽ നിന്ന് അവൻ പഠിക്കുന്ന കോളേജിലേക്ക് കഞ്ചാവ് കടത്തുന്ന മെയിൻ ഏജന്റായി അവൻ മാറി. 1 വർഷത്തിനുള്ളിൽ 2.25 കിലോ കഞ്ചാവ് കൊണ്ടിരുന്ന സമയത്ത് തമിഴ്നാട് പോലീസ് തമിഴ്നാട് ബസ്സിൽ നിന്ന് കൈയോടെ പിടിച്ച് തമിഴ്നാട്ട് ജയിലിൽ കിടപ്പുണ്ടാണ്. ഇപ്പം ജാമ്യമില്ല കേസിന്. ഇപ്പോൾ ഈ അപ്പനും അമ്മയും ഏത് രീതിയിലാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളൂ. ബാക്കി ഇപ്പോൾ എല്ലാവരോടും പ്രാർത്ഥന ചോദിക്കുന്നു, ഞങ്ങളുടെ മക്കളെ ഒരു ധ്യാനത്തിന് അവിടെ വിടട്ടെ, കൊണ്ടുവരാൻ ആഗ്രഹമുണ്ട്, അച്ഛൻ പ്രാർത്ഥിക്കണം, പഠിപ്പ് പോയാലും സ്വഭാവം റെഡിയാക്കണ്ടേ. ഇന്ന് ശ്വാസം മുട്ടുവാണ്, എന്നാ ചെയ്യണ്ടേന്ന് അവർക്കറിയില്ല. എല്ലാവരുടെ മുമ്പിൽ പരിഹാസപാത്രമായി ഇപ്പം. അപ്പോഴാണ് ആ വീട്ടിലെ അമ്മച്ചി പറഞ്ഞത്, അച്ഛാ, മകന് എല്ലാത്തിനും A+ കിട്ടിയപ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, എൻ്റെ ഉള്ളിൽ വേദന ഉണ്ടായിരുന്നു. ഇവൻ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും എല്ലാം പുറകിലാണ്. +2 ഇവൻ ഏറ്റവും നല്ല മാർക്ക് കിട്ടിയപ്പോഴും ഇവിടെ ഭയങ്കര ഭക്ഷണവും ആൾക്കാരുടെ പോക്കും വരവും സദ്യയും ഒക്കെ കൊടുത്തതാ. എല്ലാവർക്കും മധുരപലഹാരം വിതരണം ചെയ്തതാ. നാട്ടിലിറങ്ങുമ്പോൾ ഭയങ്കര ആരാധനയോടെ ഇവനെ കണ്ടോണ്ടിരുന്നേ. ഇവൻ ഡോക്ടറാവും, എഞ്ചിനീയർ ആവും, വലിയ പദവിയിലെത്തും എന്നൊക്കെ എല്ലാവരും പറഞ്ഞു. പക്ഷെ ഇവന് ദൈവവിശ്വാസവും ദൈവവും ഇല്ലാത്തത് കൊണ്ട് ഇവൻ കഞ്ചാവ് കേസിൽ പ്രതിയായി. ഇവരുടെ വീട്ടിൽ ഇവരുടെ വല്യമ്മ പറയുവാണേ, അച്ഛാ 7 മണി 7:30 ആകുമ്പം ഞാൻ ഈ മക്കളോട് പറയും, സന്ധ്യാപ്രാർത്ഥന ചെല്ലണ്ടേടാ. അപ്പോൾ ഈ അപ്പനും ഈ മകനും മകന്റെ ഭാര്യയും കൂടെ ഒരു വാശി എന്ന പോലെ 2 ഷട്ടിൽ ബാറ്റ് എടുത്ത് കൈ പിടിക്കും. എന്നിട്ട് മുറ്റത്ത് കോൺക്രീറ്റ് ഇട്ടിരിക്കുക, അതിൻ്റെ അകത്ത് 2 ഉണ്ടാക്കിയപ്പോൾ തന്നെ ഈ ഷട്ടിൽ കളിക്കാനുള്ള ഒരു 2 കമ്പ് നാട്ടാനുള്ള ഒരു PVC പൈപ്പ് അവിടെ ഇറക്കിയിട്ടുണ്ട്. അതിനകത്തോട്ട് 2 എണ്ണം ഇറക്കിയിട്ട് നെറ്റ് മുറ്റത്ത് കെട്ടി അപ്പുറത്തെ വീട്ടിലും അവിടുത്തെ വീട്ടിലും സന്ധ്യാപ്രാർത്ഥന നടക്കുന്ന സമയത്ത് ഈ കോളേജിൽ പഠിക്കുന്ന അപ്പനും അമ്മയും മുറ്റത്ത് കിടന്ന് ഷട്ടിൽ കളിക്കും. ഈ പിള്ളേരും കൂടും ഈ അപ്പൻ്റെ അമ്മയുടെയും കൂടെ കളിക്കാൻ. ഒന്നും കൊണ്ടല്ല ഇത് തകർന്നത്, അവനവൻ്റെ തള്ളവരൽ നന്നായാലേ അണിവരൽ നന്നാവുള്ളൂ എന്ന് പറഞ്ഞു.
ഏത് വിരൽ ആദ്യം നന്നാകണം? നമുക്ക് 2 വിരലുണ്ട്, 5 വിരലുണ്ട്. അതിനകത്ത് 2 വിരൽ, ഒന്ന് തള്ളവിരലും. ഈ വിരൽ നന്നായാലേ ഈ വിരൽ നന്നാവുള്ളൂ. ആദ്യം നന്നാവേണ്ടത് ഈ വിരലല്ല, തള്ളവിരല. അത് ഞാനും നിങ്ങളുമാ. ഇത് നന്നായാലേ നമുക്ക് ഈ തള്ളവിരൽ കൊണ്ട് ഈ അണിവിരലിനെ വഴക്ക് പറയാൻ പറ്റുള്ളൂ, എന്തുവാടാന്ന് ചോദിക്കാൻ പറ്റുള്ളൂ. തള്ളവിരൽ ഇഷ്ടമുള്ള പോലെയാണെങ്കിൽ അണിവിരലിനോടൊന്നും ചോദിക്കാൻ പറ്റില്ല, അതിനുള്ള ധൈര്യമില്ല തള്ളവിരലിന്. ഇതുപോലെയായി ഇപ്പം അമ്മ പറയാണ്, അച്ഛ ആദ്യം തള്ളവിരൽ നന്നാകണം, പിന്നെയാണല്ലേ അണിവിരല്, ഈ വിരല്. ഈ കുടുംബത്തിൽ ഇന്ന് പ്രാർത്ഥനയ്ക്ക് ഓടി നടക്കുക കേട്ടോ. ഇന്ന് പരക്കം പായും. ഇവിടുന്ന് 50 കിലോമീറ്റർ അപ്പുറത്ത് ധ്യാനം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവർ ഇന്നോടും. അത് കതിരെ കൊണ്ടുപോയി വളം വെക്കുന്ന പോലെയാ. വാഴ കൊലച്ചിട്ട് അതിന് കായ വന്നിട്ട് വീണ്ടും നമ്മൾ വളമിടുന്ന പോലെ. ഇത് നേരത്തെ ചെയ്യേണ്ടതാ, സമയാസമയങ്ങളിൽ ചെയ്യണം. എപ്പോഴേലും ചെയ്തിട്ട് കാര്യമില്ല. മക്കള് പറഞ്ഞാൽ കേൾക്കാത്ത അവസ്ഥയിൽ കൈവിട്ടു പോകുമ്പോഴല്ല ധ്യാനത്തിന് പോകണം, പ്രാർത്ഥിക്കണം, ഉപവാസം എടുക്കണം, വചനം വായിക്കണം തോന്നേണ്ടത്, അല്ലെങ്കിൽ പള്ളിയിൽ പോകണം തോന്നേണ്ടത്. ഇത് ആദ്യകാലം എല്ലാത്തിനും സമയമുണ്ട്. സമയം തെറ്റിക്കൊടുക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവും കിട്ടുന്നില്ല, അത് വേസ്റ്റ് ആവുകയുള്ളൂ. കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട അളവിൽ കൊടുക്കേണ്ടതായ രീതിയിൽ വിശ്വാസത്തെയും പ്രാർത്ഥനയും ദൈവത്തെയും കൊടുക്കണം. എത്ര മാതാപിതാക്കൾ ദൈവത്തെ കൊടുത്ത് വളർത്തിയിട്ടുണ്ട് മക്കളെ? ദൈവത്തെ കൊടുത്തിട്ടില്ല. ലാപ്ടോപ്പ് വേണ്ടപ്പോൾ ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ട്, ഫോൺ വേണ്ടപ്പോൾ ഫോൺ കൊടുത്തിട്ടുണ്ട്. കൊടുക്കേണ്ടത് കൊടുക്കാതെ വേറൊരു പ്രത്യേകത ഉണ്ട് ഈ ലോകത്ത്. ആവശ്യമുള്ളതാണോ വേഗത്തിൽ പഠിക്കുന്നത്? ആവശ്യമില്ലാത്തതാണോ വേഗത്തിൽ പഠിക്കുന്നത്? ആവശ്യമില്ലാത്തത് വേഗത്തിൽ പഠിക്കുന്ന ലോകത്തിലാണ് ജീവിക്കുന്നത്. ആവശ്യമുള്ളത് പുറകെ നടന്നാലും പഠിക്കുകയില്ല. ഹല്ലേലൂയ. ആണോ അല്ലയോ? നിങ്ങൾ നോർത്ത്, നിങ്ങൾ മക്കൾക്ക് 10 വചനം അറിയാവോ? പക്ഷേ കമന്ന് കിടക്കുന്ന കൊച്ചിന് വരെ ടച്ച് ഫോൺ കൈകാര്യം ചെയ്യാൻ അറിയാം. നിങ്ങളുടെ ആരുടെയെങ്കിലും 10,000 രൂപയുടെ ഫോൺ കേടായാൽ മീനങ്ങാടി ടൗണിൽ വന്ന് ആരും നന്നാക്കാൻ നിൽക്കണ്ട, കമഴ്ന്ന് കിടക്കുന്ന കൊച്ചിനോട് പറഞ്ഞാൽ മതി, ഇതൊന്ന് ശരിയാക്കി തരാമാനെന്ന് പറഞ്ഞാൽ അവൻ്റെ കൊടുത്താൽ അവൻ 3 മിനിറ്റ് കൊണ്ട് ശരിയാക്കി ഇന്നാന്ന് പറഞ്ഞു തരും. നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ അറിയത്തില്ലെങ്കിൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനോട് പറഞ്ഞാൽ മാൻ ഇതെങ്ങനെയാണ് മെസ്സേജ് അയക്കുക? അവൻ 1 മിനിറ്റ് കൊണ്ട് മെസ്സേജ് അയച്ച് ഇന്നാന്ന് പറഞ്ഞു തരും. നിങ്ങൾക്കറിയാം. അവനെ ആരെങ്കിലും പഠിപ്പിച്ചിട്ടാണോ? പഠിക്കേണ്ടാത്തത് അത് വേഗത്തിൽ അവരുടെ തലയിൽ കയറിയിട്ടുണ്ട്. പഠിക്കേണ്ടതോ അത് എത്ര പുറകെ നടന്നാലും പഠിക്കുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലും ലോകത്തിലുമാ നമ്മൾ ജീവിക്കുന്നത്. പറഞ്ഞു ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മക്കളുടെ 10 മാർക്ക് കണ്ടിട്ടോ ഇപ്പൊ ഭയങ്കര ടോപ്പാന്ന് പറഞ്ഞിട്ടൊന്നും നെകളിക്കാൻ വരട്ടെ, സന്തോഷിക്കാൻ വരട്ടെ, ഇപ്പൊ ഭയങ്കരമാന്ന് പറയാൻ വരട്ടെ, ഒന്നും ആയിട്ടില്ല. ഇപ്പം നമ്മൾ കൊടുക്കേണ്ട അളവിൽ കൊടുക്കുമ്പോൾ അബ്രാഹത്തോട് ദൈവം പറഞ്ഞ പദവിയിലെത്തും. കുറച്ച് കഴിയും 20 വയസ്സാകുമ്പോൾ 25 വയസ്സാകുമ്പോൾ അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, നിന്റെ മക്കൾ ഉയർന്നു നിൽക്കും, തിളങ്ങി നിൽക്കും. ഇത് രണ്ടും ഇവിടെ ഇരിക്കുന്ന ഓരോ മാതാപിതാക്കൾക്കും നിങ്ങളുടെ മക്കളിലൂടെ ലഭിക്കട്ടെ ഈ വാഗ്ദാനം. ഇവിടുത്തെ വികാരിയച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞില്ലേ, മറ്റു വാഗ്ദാനങ്ങൾ നൽകിയ പലരും വാഗ്ദാനം മാത്രമേ നൽകിയിട്ടുള്ളൂ, പിന്നൊന്നുമില്ല. ആ വാഗ്ദാനമൊക്കെ ഇതിലേ പോയി എന്നറിയത്തില്ല, അത് മറക്കും. മനുഷ്യന്റെ വാഗ്ദാനം അങ്ങനെ ചാക്കും വാക്കും പോലെയാ. ചാക്ക് പോലെ ഇന്ന് പറയും, നാളെ അത് ഉണ്ടാവില്ല, നാളെ അത് പറഞ്ഞില്ലെന്ന് പറയും. ദൈവവചനത്തിനകത്തൊരു വാഗ്ദാനം ഉണ്ടെങ്കിൽ അതെത്ര വർഷം കഴിഞ്ഞാലും അതുപോലെ നടക്കും. ദൈവവചനത്തിന്റെ വാക്കിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അബ്രാഹത്തോട് ദൈവം പറഞ്ഞില്ലേ, ആകാശ നക്ഷത്രം പോലെ, അത് വാഗ്ദാനമാണ്. ഇത് നിങ്ങൾക്കുള്ള നമുക്കുള്ള വാഗ്ദാനമാണ്. നമ്മുടെ മക്കൾ ആകാശത്തോളം എത്തിക്കാൻ കഴിവുള്ളവൻ നമുക്കുണ്ട്. അവിടെ ആകാശത്തോളം ഉയർന്നാലും ഏത് കൂരിരുട്ടത്തും നമ്മുടെ മക്കൾ വെളിച്ചമായി നിൽക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പൊ നമ്മൾ കേട്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒരമ്മയുടെയും ഒരപ്പന്റെയും പ്രാർത്ഥന. ഇനി അടുത്തത് നല്ലതാണ്. അപ്പനും അമ്മയും ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്ന വീടാണെങ്കിലോ അത് ഭയങ്കര ഏറ്റവും ശക്തിയുള്ളത് അതിനാണ്. അപ്പനും അമ്മയും ഒരു മനസ്സോടെ ആത്മീയ കാര്യങ്ങളിൽ നിൽക്കുന്ന കുടുംബത്തിൽ മക്കൾ അത് ഭയങ്കര ബ്ലെസ്സിങ് ആയിരിക്കും. അവർ തലവേദന ആയിരിക്കത്തില്ല. പല മക്കളും മാതാപിതാക്കൾ പറയില്ലേ, അയ്യോ മക്കള് വേണ്ടായിരുന്നു. അതെന്താ അങ്ങനെ പറഞ്ഞത്? ഓ മക്കളില്ലായിരുന്നെങ്കിൽ മക്കളില്ലെന്നുള്ള ഒറ്റ വേദനയല്ലേ ഉള്ളൂ. അതെ, മക്കളുള്ളതിൻ്റെ പേരിൽ ഓരോന്നിനെക്കുറിച്ചും എനിക്ക് വേദനയാണ്. മക്കളില്ലെങ്കിൽ ഒറ്റ വേദനയുള്ളൂ, ഏത്? ഇല്ലല്ലോ എന്നുള്ളത് വേദന. മക്കളെക്കുറിച്ച് വേദനിക്കാതിരിക്കണമെങ്കിൽ അപ്പനും അമ്മയും ദൈവിക കാര്യങ്ങൾക്ക് മുന്നിൽ നിൽക്കണം. ഹല്ലേലൂയ. ഇതിന് നല്ലൊരു കാര്യമാണ്. ജസ്റ്റിസ് കുര്യൻ ജോസഫ്, അറിയോ? ജസ്റ്റിസ് കുര്യൻ ജോസഫ് പ്രസിദ്ധനായ വലിയൊരു പേരുകേട്ട ഒരാളാണ്. നിങ്ങൾക്കറിയാം,
ഷാലോം ടെലിവിഷനിൽ ഇദ്ദേഹവുമായിട്ടൊരു ഇന്റർവ്യൂ അത് ഉണ്ടായിരുന്നു. ജസ്റ്റിസ് കുര്യൻ ജോസഫ് ഇൻ ഷാലോം TV എന്ന് അടിച്ചാൽ മതി. അതായത് ടെസ്റ്റിമണി അദ്ദേഹം പറയും. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ മക്കളെ പ്രാർത്ഥനയിലും ദൈവിക കാര്യങ്ങളും ഞാൻ മുന്നിൽ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സഹപ്രവർത്തകരുടെ മക്കളൊക്കെ പ്രാർത്ഥനാ സമയത്തും ദൈവിക കാര്യങ്ങൾക്കൊക്കെ പോകാതെ ട്യൂഷന് വിടും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മക്കൾ ചോദിക്കും, എല്ലാവരുടെയും ഒരു പള്ളിയിലൊന്നും വരാതെ ട്യൂഷനുണ്ട്. അന്നേരം ഇദ്ദേഹം പറയും മക്കളോട്, അവസാനം കണക്ക് കൂട്ടുമ്പം നിനക്കായിരിക്കും മോനെ വിജയമെന്ന് പറയും. അദ്ദേഹം പറയാണ്, പള്ളിയില്ല, പ്രാർത്ഥനയില്ല, ദൈവവിചാരം ഇല്ലാതെ പഠിച്ച മക്കളെക്കാൾ കൂടുതൽ മാർക്ക് കിട്ടിയതും ഉയർന്ന പദവിയിലിരിക്കുന്നതും എൻ്റെ മക്കളാണ്. ജസ്റ്റിസ് കുര്യൻ ജോസഫ് ഷാലോം ടെലിവിഷനിൽ ടെസ്റ്റിമണി സാക്ഷ്യം പറഞ്ഞതാണ്. അപ്പോൾ ഈ ജഡ്ജിമാരിൽ ഒരാൾ ജസ്റ്റിസ് കുര്യൻ ജോസഫിനോട് ചോദിച്ചു, ഇത്രയും തിരക്കുള്ള നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ എങ്ങനെ നിങ്ങൾ സമയം കണ്ടെത്തുന്നു? അത്ഭുതത്തോടെ ചോദിച്ചു. നിങ്ങൾക്ക് എങ്ങനെ സമയം കിട്ടി? ഞങ്ങൾക്കൊന്നും സമയം കിട്ടാറില്ല, നിങ്ങൾക്ക് എങ്ങനെ സമയം കിട്ടുന്നു? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞാണ്, ദൈവത്തിന് വേണ്ടി സമയം മാറ്റിവെച്ചിട്ട് ഇന്ന് വരെ എനിക്ക് നഷ്ടമായിട്ട് തോന്നിയിട്ടില്ലത്. ദൈവത്തിന് വേണ്ടി ഇപ്പൊ നിങ്ങളും മീനങ്ങാടി പള്ളിയിൽ 8 നോമ്പിന്റെ പ്രാർത്ഥനയായിട്ട് ഇത് ഉച്ചവരെ മാറ്റി വെച്ചിരിക്കുക. നിങ്ങൾ പറയരുത് ഉച്ചവരെ ഇപ്പോൾ എന്തെങ്കിലും ഒരു പണിക്ക് പോകണേ 600 രൂപ കിട്ടിയാലും പറയരുത്. ഇന്ന് 600 രൂപ കിട്ടുന്നേക്കാൾ ഈ സമയം മാറ്റി വെച്ചത് തന്നെ നിങ്ങൾക്ക് നാളെ ഭയങ്കര ഒരു മുതലായിട്ട് മാറും. ഇദ്ദേഹം പറയാണ്, ദൈവത്തിന് വേണ്ടി ഞാൻ മാറ്റിവെച്ച സമയം എനിക്ക് ഇന്ന് വരെ ഒരു നഷ്ടമായിട്ട് തോന്നിയിട്ടില്ല സാർ. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ഉറക്കിയെന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. ശ്രദ്ധിച്ച്, ഇനി പറയാൻ പോകുന്നത്, അപ്പനും അമ്മയും ഒരുമിച്ച് നിൽക്കണം. എന്ത് കാര്യത്തിന്? ആത്മീയ കാര്യങ്ങൾക്ക്. അപ്പൻ പറയുന്നു പ്രാർത്ഥന വേണ്ടെന്ന്, അമ്മ പറയുന്നു പ്രാർത്ഥിക്കണമെന്ന്. അങ്ങനെ ഈ കാര്യത്തിൽ ഭിന്നിച്ചു പോകരുത്. മക്കൾ പെട്ടെന്ന് പ്രാർത്ഥന ഇല്ലെന്ന് പറഞ്ഞ് അപ്പൻ്റെ കൂടെ നിൽക്കും. അപ്പനും അമ്മയും, ഇനി അപ്പനും അമ്മയും ആകാനുള്ളവരും ആത്മീയ കാര്യങ്ങളിൽ ഒറ്റ മനസ്സോടെ നിൽക്കണം. ഞങ്ങളൊരു സ്ഥലത്ത് ധ്യാനത്തിന് ചെന്നപ്പം, ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ അയാൾ വലിയൊരു ഭയങ്കര കോടീശ്വരനാണ്. കോടീശ്വരൻ, ഇഷ്ടംപോലെ പൈസയുണ്ട്. ദുബായിൽ അദ്ദേഹം താമസിക്കുന്നു. വലിയ പ്രസിദ്ധനായ അവിടുത്തെ ഒരു അറിയപ്പെടുന്ന പണക്കാരനാണ്. അപ്പൊ ഇദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് വിവാഹം കഴിക്കാൻ വേണ്ടി പെണ്ണ് കാണാൻ ചെന്നപ്പം ഇദ്ദേഹം ഏത് വീട്ടിൽ ചെന്നാൽ പറയും, ഞാനൊരു പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലാ, എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരാൾ എൻ്റെ ജീവിതത്തിൽ വരണമെന്നാണ് ആഗ്രഹം, താല്പര്യമില്ലെങ്കിൽ വേണ്ടെന്ന് പറയും. അപ്പൊ വീട്ടുകാർ പറയും, നീ അതൊന്നും പറയണ്ട, കല്യാണമൊന്നും അങ്ങനെ നടക്കില്ല, പ്രാർത്ഥനക്കാരാന്ന് പറഞ്ഞാൽ ആരും കല്യാണം നടത്തിയാലെന്ന് പറയും അന്നത്തെ കാലത്ത്. ഇയാൾ പറഞ്ഞു, എനിക്കങ്ങനെ കല്യാണം നടക്കണ്ട. ഏത് വീട്ടിൽ പെണ്ണ് കാണാൻ പോയാലും സംസാരിക്കുമ്പം വിദ്യാഭ്യാസം എത്രയുണ്ടെന്നല്ല ചോദിക്കുന്നത്, ഞാനൊരു ഹല്ലേലിയ പറയുന്ന ഒരാളാണ്, പ്രാർത്ഥനക്കാരനാണ്, ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണ്, അതാണ് എൻ്റെ ഏറ്റവും വലുത്. അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരാൾ എൻ്റെ ജീവിതത്തോട് നിൽക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്നത് പോലും. ആ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് നിൽക്കുന്ന, പ്രാർത്ഥനയിൽ ഒരുമിച്ച് നിൽക്കുന്ന കുടുംബമാണ്. അത് മക്കളിൽ കാണാനുണ്ട് താനും. മക്കളിൽ അത് നന്മയായിട്ടും സന്തോഷമായിട്ടും പെരുമാറ്റത്തിൻ്റെ രീതിയിലും സ്വഭാവത്തിൻ്റെ കാര്യത്തിലും അടുക്കും ചിട്ടയുടെ കാര്യത്തിലും പ്രാർത്ഥനയുടെ കാര്യത്തിലും അതവരുടെ മുഖത്ത് കാണാനുണ്ട്. പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ. എവിടെയാണ് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ കാണുന്നത്? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 5 മുതൽ പ്രാർത്ഥിക്കുന്ന ഒരപ്പനെ കുറിച്ചും പ്രാർത്ഥിക്കുന്ന ഒരമ്മയെക്കുറിച്ചും എഴുതിയിട്ടുണ്ട്. എവിടെ എഴുതിയിരിക്കുന്നത്? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിലാണ് പ്രാർത്ഥിക്കുന്ന അപ്പനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. അവന്റെ ഭാര്യയെ കുറിച്ചും എഴുതിയിട്ടുണ്ട്. ഞാൻ ഈ വചനത്തിൽ പറയുന്നത് വായിക്കാം. ഹെറോദോസ് യൂദയ രാജാവായിരുന്ന കാലത്ത് അബിയായുടെ ഗണത്തിൽ സക്കറിയ എന്ന പുരോഹിതൻ ഉണ്ടായിരുന്നു. ഇതൊരു അപ്പന്റെ പേരാ. സക്കറിയ പുരോഹിതൻ ഒരു പുരോഹിതനും ഒരു അപ്പനുമായിരുന്നു. ഈ പുരോഹിതന്റെ ഭാര്യയുടെ പേരാണ് അഹറോന്റെ പുത്രിമാരിൽപ്പെട്ട എലിസബത്ത് ആയിരുന്നു ഈ പുരോഹിതന്റെ ഭാര്യ. അപ്പൊ അപ്പന്റെ പേര് ഏതാണ്? സക്കറിയ. ഭാര്യയുടെ പേരോ? ഇവർ രണ്ടുപേരും ദൈവ ശുശ്രൂഷകരായിരുന്നു, പ്രാർത്ഥിക്കുന്നവരായിരുന്നു, ദൈവിക കാര്യങ്ങളിൽ മുന്നിൽ നിന്നവരായിരുന്നു അന്നത്തെ കാലത്ത്. പക്ഷെ ഇവർക്ക് ദൈവിക കാര്യങ്ങളിൽ മുന്നിൽ നിന്നിട്ടും എന്തില്ലായിരുന്നു? മക്കളില്ല. അപ്പൊ എല്ലാരും കളിയാക്കില്ലേ?
നിങ്ങൾ വലിയ ദൈവ ശുശ്രൂഷകരാന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മക്കൾ പോലും ഇല്ലല്ലോ എന്ന് സക്കറിയയുടെ മുഖത്ത് നോക്കി അന്നത്തെ കാലത്ത് ആരും ചോദിച്ചിട്ടുണ്ടാവും. എലിസബത്തിനോടും മറ്റ് സ്ത്രീകൾ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ദൈവ ശുശ്രൂഷയും പ്രാർത്ഥനയൊക്കെ നിർത്തുകേട്ടാ. ഒരു പ്രാർത്ഥന ഇല്ലാത്തവർക്ക് കുറെ മക്കളുണ്ടായിട്ടുണ്ട്, ഒരു ദൈവവിചാരം ഇല്ലാത്തവർക്ക് കുറെ മക്കളുണ്ട്. പക്ഷെ നിങ്ങൾ വലിയ ദൈവത്തിന് വേണ്ടി നിന്നിട്ട് എവിടെ മക്കൾ? അങ്ങനെ ചോദിക്കുമ്പോൾ പലപ്പോഴും സക്കറിയായും എലിസബത്തും പോലും ചിന്തിച്ചിട്ടുണ്ടാവും, ദൈവം ഇത്രയും സമയമൊക്കെ മാറ്റിവെച്ച് ദൈവത്തിന് വേണ്ടി നിലകൊണ്ടിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം വന്നില്ലല്ലോ. എന്തൊക്കെ ചിന്തിച്ചാലും ആരൊക്കെ കളിയാക്കിയിട്ടും സക്കറിയായും എലിസബത്തും ദൈവ ശുശ്രൂഷയിൽ പുറകോട്ട് പോവുകയോ പ്രാർത്ഥന ഉപേക്ഷിക്കുകയോ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോവുകയോ ചെയ്തില്ല. എഴുതിയിരിക്കുന്ന വാക്ക് 7-ാമത്തെ വാക്യം, അവർക്ക് മക്കളുണ്ടായിരുന്നില്ല, എലിസബത്ത് വന്ധ്യയായിരുന്നു, ഇരുവരും പ്രായം കവിഞ്ഞവരുമായിരുന്നു. അപ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം അവർക്കില്ല. 9-ാമത്തെ വചനം, പൗരോഹിത്യ വിധി പ്രകാരം ദൈവത്തിന്റെ ആലയത്തിൽ പ്രവേശിച്ച് ധൂപം സമർപ്പിക്കാൻ സക്കറിയായ്ക്ക് ഒരവസരം വന്നു. അപ്പോൾ അതിന്റെ അർത്ഥം എന്നാ? മക്കൾ, ദൈവത്തിന്റെ ദാനമായ മക്കൾ ഇല്ലാതിരുന്ന സമയത്തും പലരും കളിയാക്കിയപ്പോഴും ഒറ്റപ്പെടുത്തിയപ്പോഴും ദൈവ ശുശ്രൂഷയിൽ നിന്ന് സക്കറിയായോ ഭാര്യ എലിസബത്തോ പുറകോട്ട് പോയില്ല, അവിടെ തന്നെ നിന്നു. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളുടെ കാര്യത്തിൽ ദൈവം എഴുന്നേൽക്കും, ഉത്തരം തരുമെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കവേ ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് സക്കറിയായ്ക്ക് ഒരു അനുഗ്രഹം കൊടുത്തു. സക്കറിയായോട് പറഞ്ഞു, നിനക്ക് ഞാനൊരു മകനെ തരും. അവന്റെ പേരെന്താണ്? പേര് യോഹന്നാൻ എന്നൊരു മകനെ കൊടുക്കുവാണ്. ഇനി അടുത്ത് ഭയങ്കര വായിക്കുമ്പോൾ എന്നെ സ്വാധീനിച്ച വിഷയം പറയാം. ജനിക്കുന്നതിന് മുമ്പ്, ഇത് വാഗ്ദാനം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സക്കറിയ എന്ന പുരോഹിതൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദൂതേ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ മക്കൾ ഉണ്ടാവുന്നതിന് മുമ്പ് അപ്പനായ സക്കറിയായോട് ദൈവം പറയുക, നിന്റെ മകൻ ജനിച്ചതിന് ശേഷം അവന്റെ സ്വഭാവം എങ്ങനെ ഇരിക്കുമെന്ന് ഇപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞേക്കാം. ഹല്ലേലൂയ. അതൊരു ഭയങ്കര കാര്യമല്ലേ? മകൻ, നമ്മുടെ മക്കൾക്ക് ഇപ്പം എത്ര പ്രായമായോ എന്നിട്ട് പോലും അവരുടെ സ്വഭാവം നമുക്ക് പിടികിട്ടുന്നില്ല. ഇത് ജനിക്കുന്നതിന് മുമ്പ് അപ്പനോട് പറയുക, നിന്റെ മകൻ എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ പറയാന്ന്. അതാണ് 13-ാമത്തെ വാക്യത്തിന്റെ അവസാനം എഴുതിയിരിക്കുകയാണ്, നീ അവന് യോഹന്നാൻ എന്ന പേരിടണം. പറഞ്ഞേ ഹല്ലേലൂയ. അതിന് ശ്രദ്ധിച്ചേ, 2 പേരുടെ പേരെ മനുഷ്യനിടാത്തതുള്ളൂ, ബാക്കി എല്ലാ പേരുകളും മനുഷ്യനിട്ടതാ. നിങ്ങളുടെ എല്ലാവരുടെയും പേര് മനുഷ്യനിട്ടതാണ്, എൻ്റെ പേരിട്ട് മനുഷ്യരാണ്. 2 പേരുടെ പേരുകൾ മനുഷ്യരിടാത്ത പേരുകളാ. എന്തൊക്കെയാ? യേശു എന്ന പേര് മനുഷ്യനിട്ടതല്ല, യോഹന്നാൻ എന്ന പേരും ജനിക്കുന്നതിന് മുമ്പേ പറഞ്ഞു കൊച്ചിന്റെ പേര് യോഹന്നാൻ എന്നിട്ടാ മതിയെന്ന്. ഇനി എഴുതിയിരിക്കുന്നത്, ഇനി കൊച്ചിന്റെ സ്വഭാവം എന്നാന്ന് എഴുതിയിരിക്കുന്നത്. സ്വഭാവം, പ്രാർത്ഥിക്കുന്ന ഒരപ്പനും അമ്മയ്ക്കും മക്കളുടെ സ്വഭാവം എങ്ങനെ ഇരിക്കും എഴുതി നോക്കിയേ. ഇത് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, ഓരോ അപ്പനും അമ്മയും ചിന്തിക്കും, ഞാൻ ഇത്രയൊന്നും പ്രാർത്ഥിച്ചാൽ പോരാ, ഇച്ചിരൂടെ പ്രാർത്ഥിക്കണം, ഈ അളവ്, ഈ ഒരു രീതി മാറി കുറച്ചുകൂടെ പ്രാർത്ഥനയിൽ ആഴപ്പെടണം ചിന്തിക്കും. 14-ാമത്തെ വാക്യത്തിന്റെ 1-ാമത്തെ വചനം, നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും. ആരിലൂടെ? മകനിലൂടെ. അപ്പനോട് പറയുവാണ്, നിനക്കുണ്ടാകാൻ പോകുന്ന മകൻ ആനന്ദമായിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾക്ക് പലരും മക്കളെ ഓർത്ത് പേടിയാ, ഭയമാ, ടെൻഷനാ. ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. നമ്മുടെ മക്കൾക്ക് ചേർന്ന ബന്ധമല്ല നമ്മുടെ മക്കൾ കൊണ്ടു നടക്കുന്നത്. കൂട്ടുകെട്ട് ശരിയല്ല, ബന്ധം ശരിയല്ല, മെസ്സേജ് അയക്കുന്നത് ശരിയല്ല, സ്വഭാവം ഒന്നും തുറന്ന് പറയില്ല. നമ്മുടെ മക്കളെ ഓർത്ത് നമുക്ക് പേടി, ടെൻഷൻ, ഭയം. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പുറകെ നിൽക്കുന്നവരെ എപ്പോഴും. ഇവിടെ മകനെ കുറിച്ച് പറയുക, അവൻ എത്ര വലുതായാലും അപ്പനോട് പറയുക, അവനെ ഓർത്ത് നിനക്കെന്നും സന്തോഷമായിരിക്കുന്നു. ഇതിൽ കൂടുതൽ എന്നാ വേണ്ടേ? പ്രാർത്ഥിക്കുന്ന ഒരപ്പനും അമ്മയ്ക്കും മക്കൾ ഒരു സന്തോഷ വിഷയമായിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന അവർക്ക് അതിന്റെ വില അറിയില്ലാത്തോണ്ട് എങ്ങനെ ചിന്തിക്കുന്നത്? പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനും അമ്മയ്ക്കും മക്കളെ ഓർത്ത് സന്തോഷം. 15-ാമത്തെ വാക്യം, കർത്താവിന്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും. അതൊരു വാക്കാണ്. അവൻ ദൈവസന്നിധിയിൽ ദൈവ ശുശ്രൂഷ ചെയ്യുന്നതുകൊണ്ട് നിന്റെ മക്കൾ ചെറുതായി പോകും എന്നല്ല എഴുതിയിരിക്കുന്നത്.
അവൻ വലിയവനായിരിക്കും. ഇവിടെ ഒരു കാര്യം കേട്ടെ, പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനും അമ്മയും ചിന്തിക്കും, പ്രാർത്ഥിച്ചുകൊണ്ട് എന്നാ കിട്ടാനാ, പ്രാർത്ഥിച്ചുകൊണ്ട് എന്തെങ്കിലും നടക്കുവോ, പ്രാർത്ഥിച്ചാൽ ഗവൺമെന്റ് ജോലി കിട്ടുവോ, പ്രാർത്ഥിച്ചാൽ വലിയ വീട് വെക്കാൻ പറ്റുമോ, പ്രാർത്ഥിച്ചാൽ പണം ഉണ്ടാവുമോ? ദൈവസന്നിധി എഴുതി വെച്ചിരിക്കുന്ന എന്നാ, പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനും അമ്മയും ഉള്ളപ്പോൾ പറയാണ്, നിന്റെ മകൻ ഒന്നുമില്ലാത്തവരായി നടക്കുന്നല്ല, അവൻ വലിയവനായിരിക്കും. പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനും അമ്മയും അയ്യോ പ്രാർത്ഥിച്ച് മണ്ടന്മാരായി പോയത് ആര് ചിന്തിക്കേണ്ട, ആര് കളിയാക്കിയാലും ദൈവവചനത്തിന് ഭയങ്കര അർത്ഥമാണ് പറഞ്ഞിരിക്കുന്നത്. മക്കൾ വലിയവരായി മാറും, അവർ ഐശ്വര്യത്തിൽ കഴിയും. അബ്രാഹത്തോട് ദൈവം പറഞ്ഞ അതേ വാക്ക്, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഉയർന്നു നിൽക്കും. അതേ വാക്കല്ല എഴുതിയിരിക്കുന്നേ, വലിയവനായിരിക്കും. അടുത്ത വാക്കെന്നറിയോ? വീഞ്ഞോ മറ്റു ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല. വെള്ളമടിച്ച് വഴി കിടക്കുകയല്ലെന്ന്. പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനും അമ്മയോട് ദൈവം പറയുക, അവൻ വീഞ്ഞും ലഹരിയും കുടിച്ച് വഴി കിടക്കുകയല്ലെന്ന്. അവൻ തൊട്ടുപോലും നോക്കുകയല്ലെന്ന്. വീഞ്ഞോ ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുക പോലുമില്ല. ആരുടെ ഏതപ്പനും അമ്മയ്ക്കോ ഈ ഒരു അനുഗ്രഹം കിട്ടിയേ? ഇന്ന് നമ്മൾ ഓർത്ത് നോക്കിയേ, ഞാൻ ഇന്ന് പറഞ്ഞ വിഷയം എന്നാണെന്നറിയാമോ? ഇന്നൊരു സംഭവം ഞാൻ പറഞ്ഞല്ലോ. ഒരു +2 പഠിക്കുന്ന കൊച്ച് ഇന്നലെ രാത്രി 8 മണിയോട് അടുത്ത് അപ്പനെ അമ്മേനെയും കയറി തല്ലിയപ്പം മുസ്ലിമായൊരു വ്യക്തി വന്ന് അവരുടെ വീട്ടിൽ കയറി ചെന്ന് ഉപദേശിച്ച് പ്രശ്നം പരിഹരിച്ചു. ഇന്നലെ സന്ധ്യയ്ക്ക്. അവൻ ഇച്ചിരി ആയതേ ഉള്ളൂ, അപ്പോഴും കള്ളും കഞ്ചാവും പേടിയാ നാട്ടുകാർക്ക്. പക്ഷെ ഇവിടെ പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനും അമ്മയ്ക്കും മകൻ ഉണ്ടാവുന്നതിനും പറയുക, വീഞ്ഞോ ലഹരി വസ്തുക്കളോ അവൻ അതിൻ്റെ കൂട്ടിച്ചെന്ന് വീണാലും. നമ്മുടെ മക്കളെയൊക്കെ ചില സ്ഥലത്ത് പഠിപ്പിക്കാൻ വിടാൻ പേടിയല്ലേ? അവിടെ ചെന്ന് കൂട്ടുകൂടി മോശമാവുമോ? നമ്മുടെ മക്കളെ ദൈവത്തെ കൊടുത്താ വളരുന്നെങ്കിൽ ആ പഠിക്കുന്ന സ്ഥലത്ത് മുഴുവൻ കൂട്ടുകെട്ട് മോശമാണേലും നമ്മുടെ മക്കൾ എത്ര വീഞ്ഞും ലഹരിയുള്ള സ്ഥലത്താ പോയി നിൽക്കുന്നതിലും അത് തൊടിയേല. അത് അന്ന് ഇന്നത്തെ പ്രത്യേകതയല്ല, അത് പ്രാർത്ഥിക്കുന്ന ഒരു അപ്പന്റെ അമ്മയിലൂടെ ലഭിച്ച ഒരു കൃപയാണ് ആ കാണുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. വീഞ്ഞോ ലഹരി പാനീയങ്ങളോ കുടിക്കില്ല. അടുത്ത വാക്യം, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. ആ അമ്മയുടെ ഉദരത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുമ്പോൾ പ്രത്യേകം നോക്കിക്കേ, ഒരു മകനോ മകളോ ഉദരത്തിൽ ജനിക്കുമ്പോഴേ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയാണ് ഒരു കുഞ്ഞിനെ ഉദരത്തിൽ സ്വീകരിക്കുന്ന സമയത്ത് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് ഉദരത്തിലെ കുഞ്ഞ് നിറയും. അതാണായാലും പെൺകുഞ്ഞായാലും ആൺകുഞ്ഞായാലും. എത്ര അമ്മമാർക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും, എൻ്റെ ഒരു കുഞ്ഞ് എൻ്റെ ഉദരത്തിൽ ഉരുവായപ്പോൾ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറഞ്ഞായിരുന്നു എന്ന്. അന്ന് വഴക്കായിരുന്നു, അന്ന് പ്രശ്നമായിരുന്നു, ഈ കുഞ്ഞിനെ വേണ്ടായിരുന്നു, അന്ന് സങ്കടം കൊണ്ട് പെരക്കി വിറ്റു ഓടി. 100 കാര്യങ്ങളെ പറയാനുള്ളൂ. അന്ന് ദൈവസന്നദ്ധിയിൽ അപ്പനും അമ്മയും ഒരുമിച്ച് നിന്ന് എൻ്റെ കുഞ്ഞ് ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിൽ നിന്ന് ഉദരത്തിൽ വെച്ച് തന്നെ ആത്മാവ് കൊണ്ട് നിറയുന്ന ഒരാൾ എന്നും ദേശത്തിനും പള്ളിക്കും നാട്ടിനും നാട്ടുകാർക്കും അനുഗ്രഹമാക്കിയേ നിലകൊള്ളുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയാ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അടുത്ത വാക്ക്, ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും. ഇതൊരു ഭയങ്കര വാക്കാ കേട്ടോ. എഴുതിയിരിക്കുന്ന വാക്ക് അച്ഛൻ വായിച്ചത് നിങ്ങൾ കേട്ടോ. അവന്റെ സ്വഭാവത്തിൽ പ്രത്യേകതയാണ്, ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നവരെ ഇവൻ എന്ത് ചെയ്യും? ദൈവത്തിങ്കലേക്ക് കൊണ്ടുവരുന്ന ആളായിരിക്കും നിന്റെ മകൻ. നമുക്കങ്ങനെ എത്ര മക്കളുണ്ട്? നമ്മുടെ മക്കൾ തന്നെ പള്ളി വന്നാലും മുറ്റത്ത് നിൽക്കുകയുള്ളൂ. അവരെ പള്ളി കയറ്റാൻ പെടുന്ന പാട് നമുക്ക് തന്നെ അറിയാം. ഒന്നാമത് ഞായറാഴ്ച മാത്രമേ വരുന്നുള്ളൂ, അതും എല്ലാ ഞായറാഴ്ചയും വരുന്നില്ല. വന്നാൽ തന്നെ അവർ താഴെ വണ്ടിക്കകത്തിരിക്കാൻ പറ്റുമെങ്കിൽ കാറിനകത്തിരിക്കുക, AC ഓണാക്കി പാട്ട് വിട്ട്. വന്നാന്ന് ചോദിച്ചാൽ വന്നു, വന്നില്ലേന്ന് ചോദിച്ചാൽ വന്നില്ല. ഇവിടെ പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനും അമ്മയ്ക്കും ഒരു ആങ്കൊച്ചുണ്ടായപ്പോൾ പറഞ്ഞെന്നാ, ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നവരെ ഇവന്റെ ജീവിതം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ദൈവത്തിങ്കിൽ ഇതിൽ കൂടുതൽ സ്വഭാവമുള്ള ഒരു മക്കളെ ആർക്കാ വേണ്ട? ഇതിൽ കൂടുതൽ ലോട്ടറി വേറെണ്ണുള്ളേ, ഇതിൽ കൂടുതൽ അനുഗ്രഹം വേറെണ്ണുള്ളേ. എത്ര ലക്ഷം രൂപ കിട്ടുന്നേക്കാൾ വലിയ ബ്ലെസ്സിങ്ങാ അപ്പനും അമ്മയും പ്രാർത്ഥിക്കുന്ന ഒരാളാണ് കിട്ടുന്ന അനുഗ്രഹം. നമ്മുടെ മക്കൾ ദൈവത്തിങ്കിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നവരായിരിക്കും. പ്രിയപ്പെട്ടവർ, ഇതാർക്കാ ഈ ഗുണം കിട്ടിയത്? പ്രാർത്ഥിക്കുന്ന ഒരപ്പനും പ്രാർത്ഥിക്കുന്ന ഒരമ്മയും. അപ്പന്റെ പേര് സക്കറിയ, അമ്മയുടെ പേര് എലിസബത്ത്. അങ്ങനെ ഒരുപാട് സക്കറിയമാരും എലിസബത്തുമാരും ഇവിടെ ഉണ്ടാകണം. നമ്മൾ കുറേ പേര് സക്കറിയയുടെ സ്ഥാനത്തും എലിസബത്തിന്റെ സ്ഥാനത്തുമായി എഴുന്നേറ്റ് നിൽക്കണം. നമ്മുടെ വീട്ടിൽ
പലരും ഇതിനെ കൈയടിച്ച് പാസ്സാക്കുന്ന നിയമമൊന്നുമല്ല. പക്ഷെ നമ്മളിലൂടെ നമ്മുടെ തലമുറ അറിയാതെ അല്ല, ദൈവത്തിന്റെ കൃപയാൽ അനുഗ്രഹിക്കപ്പെടും. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്ന ഒരപ്പനും അമ്മയാണ് നിങ്ങൾക്ക് 100% ആരുടെ മുമ്പിലും തല കുനിക്കേണ്ടി വരില്ല. ഇനി നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ പലരും കളിയാക്കാനുണ്ടാവും. പള്ളിക്കാർ കളിയാക്കും, നാട്ടുകാർ കളിയാക്കും, കടക്കാർ കളിയാക്കും, ഓട്ടോറിക്ഷക്കാർ കളിയാക്കും, ടൗണിൽ കളിയാക്കും. ഇതൊക്കെ നമ്മുടെ തല താഴണ്ട. പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ഒട്ടും പുറകോട്ട് പോകണ്ട. കാരണം ഇതാണ് നാളെ നമ്മുടെ കുടുംബത്തെ പിടിച്ചു നിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളൊരു സ്ഥലത്ത് ധ്യാനത്തിന് പോയി. ആ വീട്ടിലെ മനുഷ്യൻ അവിടെ ധ്യാനത്തിന് ചെന്നപ്പോൾ അയാൾ നല്ല പൈസക്കാരനാണ്. അപ്പോൾ അയാൾ പറയാണ്, അച്ഛാ, ഒന്നുമില്ലാത്ത സമയത്ത് ഞാൻ ദുബായിൽ ഒരു മുസ്ലിമിന്റെ അടുത്ത് ഒരു സൂപ്പർ മാർക്കറ്റിൽ പണിക്ക് പോയി തന്നു. സൂപ്പർ മാർക്കറ്റിൽ ദുബായിൽ പണിക്ക് പോയി. അന്നൊന്നും ഇതുപോലൊന്നും, അയാൾക്കൊന്ന് 10-60 വയസ്സുണ്ട് കേട്ടോ. അയാൾ വലിയ പൈസക്കാരനാണ്. ഇന്ന് അദ്ദേഹത്തിന് ദുബായിലും ഒമാനിലും ഒക്കെ ഇഷ്ടംപോലെ ഷോപ്പുകളും ബിസിനസ്സൊക്കെ ഉള്ള വലിയൊരു ബിസിനസ്സുകാരനാണ്. അപ്പോൾ അയാൾ പറയാണ്, ഒന്നുമില്ലാതെ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഇവിടുത്തെ എൻ്റെ കടയിലെ മുസ്ലിമായിട്ടുള്ള ആളുകൾ വഴക്കു പറയും. എല്ലാം ഭയങ്കര ടെൻഷൻ അനുഭവിച്ച സമയത്ത് ഈ ഷോപ്പിലേക്ക് ആവശ്യമായ ഒരു ജനറേറ്റർ വെച്ചിട്ടുണ്ട് പുറത്ത്. ഇയാൾ ആ ജനറേറ്ററിൻ്റെ അടുത്ത് പോയിട്ട് വിഷമങ്ങളൊക്കെ ഒത്തിരി കൂടുമ്പം ആ ജനറേറ്ററിന്റെ മറവിൽ പോയി നിന്ന് ദൈവത്തെ കൈ പിടിച്ച് പ്രാർത്ഥിക്കും, ഉറക്കെ പ്രാർത്ഥിക്കും. അപ്പൊ നമ്മൾ ചോദിക്കും, എന്തിനാ ജനറേറ്ററിന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്നത്? മുസ്ലിം രാജ്യമാണ്. അയാൾ പറഞ്ഞു, എനിക്ക് കടയിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ അവരെന്തേലും ചിന്തിക്കും. അതുകൊണ്ട് ഇവർ കേൾക്കാതിരിക്കാൻ ഈ ജനറേറ്ററിന് അന്നത്തെ കാലത്ത് സൗണ്ട് ഉള്ള സൈറ്റ് ജനറേറ്ററാ. അതിൻ്റെ അടുത്ത് എൻ്റെ പുറകിൽ പോയി നിന്ന് ഞാൻ എൻ്റെ ദൈവത്തോട് ഉറക്കെ വിളിക്കു വെച്ചാ ആ വിളിച്ച വിളിയാണ് ഇന്ന് ഞാൻ ആക്കിയത്. അന്ന് വിളിച്ച വിളിയാണ് ഇന്ന് എന്നെ ഉയർത്തിയത്. നമ്മളെ ഉയർത്തുന്നത്, നമ്മളെ വളർത്തുന്നത്. ഇന്ന് നമ്മൾ ലോട്ടറി എടുക്കുന്ന പോലെ നാളെ പൈസ കിട്ടുന്നതെന്ന് ഞാൻ പറയത്തില്ല. പൈസ ഉണ്ടാകുന്ന കാര്യത്തെക്കുറിച്ച് മാത്രമല്ല ഇത് പറയുന്നത്. എല്ലാ വിധത്തിലും ദൈവം നമുക്ക് നന്മയാ തരുന്നത്. ദൈവം മുഖം നോക്കുന്നവനല്ല. ഇന്നലെ പറഞ്ഞു, ദൈവം നമുക്ക് നന്മ. അതിൻ്റെ പുറകിൽ ഈ അനുഗ്രഹം വരുന്ന വഴിയാണിത്. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്കൊരു 1 മണിയാകുമ്പോൾ നിർത്താം. നമ്മൾ ഇന്ന് കേട്ടത് എന്തിനെ കുറിച്ചാണ്? നമ്മുടെ വീട് തിരുക്കുടുംബമാകണം, നല്ല സന്തോഷമുള്ളൊരു വീടാകണം. അതാകണമെങ്കിൽ ഒരവയവം നന്നായാൽ മതി. നമ്മുടെ വീടേ തിരുക്കുടുംബം ആകണമെങ്കിൽ ഒരേ ഒരു അവയവം നന്നായാൽ മതി. നിങ്ങൾക്കറിയാം അത് ഏതാണ്? നാക്ക്. ദൈവം വളരെ ബുദ്ധിമാനാ. അത് അന്നേ കൂട്ടി അകത്താ വച്ച്. ഇത് അകത്തായിട്ട് വരെ ഇത്രയും പ്രശ്നങ്ങൾ. ഇത് ദൈവം വളരെ ബുദ്ധിമാനാണ്. നിങ്ങൾ ഓർത്ത് നോക്കി, ഇത് അകത്ത് 4 പല്ലും വെച്ച് ഇച്ചിരി വെള്ളമൊക്കെ ആക്കി അതിനിട്ടിരിക്കുക. ഈ സാധനത്തിലെ മീനിട്ടിരിക്കുന്ന പോലെ ഇട്ടിരിക്കുകയാണ്. ഇച്ചിരി വെള്ളമൊക്കെ ആക്കി 4 പല്ലൊക്കെ വെളുത്ത പല്ലൊക്കെ പിടിപ്പിച്ച് നാക്കിനെ മാത്രം സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടിരിക്കുക. എല്ലാ പ്രശ്നം തുടങ്ങിയത് ഇവിടുന്നല്ലേ. നോക്കിക്കോ. അയ്യോ അച്ഛാ, എൻ്റെ അയൽവാസികളൊന്നും എന്നെ കണ്ടാൽ മിണ്ടിയേല. എന്നാ കാരണം? നാക്ക്. നല്ലൊരു പ്രമോഷൻ കിട്ടേണ്ടതായിരുന്നു അച്ചോ, അത് കിട്ടിയില്ല. എന്താ കാരണം? നാക്ക്. എന്നെ മാത്രം കല്യാണത്തിന് വിളിച്ചില്ല അച്ചോ, നാക്ക്. എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒറ്റ കുട്ടികളോട് മിണ്ടില്ല അച്ചോ, നാക്ക്. അയൽവാസിയെ ഞങ്ങളോട് മിണ്ടില്ല, വീട്ടിൽ പോലും കയറില്ല അച്ഛാ. ഇപ്പം നാക്ക്. എൻ്റെ കടയിൽ കയറി അവർ സാധനം പോലും മേടിക്കില്ല അച്ഛാ, ഇതിലെ കടന്നു പോയാൽ പോലും തിരിഞ്ഞു പോലും നോക്കില്ല അച്ഛാ. കാരണം നാക്ക്. എല്ലാ പ്രശ്നവും തുടങ്ങിയത് നാക്കേന്നാ. ഈ അവയവം നന്നായാൽ നമ്മൾ രക്ഷപ്പെട്ടു, നമ്മുടെ വീട് രക്ഷപ്പെട്ടു, നാട് രക്ഷപ്പെട്ടു, പള്ളി രക്ഷപ്പെട്ടു, മൊത്തം രക്ഷപ്പെട്ടു. ഹല്ലേലൂയ. ആണോ? നമ്മൾ നല്ലത് പറയാനാണോ മോശം പറയാനാണോ നാക്ക് കൂടുതൽ ഉപയോഗിക്കുന്നത്? നമ്മൾ നല്ലത് നമ്മൾ എന്ത് ചെയ്യും? നല്ലത് നമ്മൾ അങ്ങ് വിഴുങ്ങും, ഒന്നും പറയല. ഈ പള്ളിയിൽ ഒരു വലിയ നല്ല കാര്യം നടന്നു, ആരെങ്കിലും മീനങ്ങാടിച്ചെന്ന് ഉറക്കെ പറയുമോ? ഇല്ല. ഈ പള്ളിയിൽ ഒരു കുഞ്ഞു പ്രശ്നം നടന്നു, നമ്മൾ ഇതുപോലത്തെ ഒരു സൗണ്ടുകാരെ വിളിച്ച് ഇവിടെ വണ്ടിയൊക്കെ വെച്ച് കെട്ടിവെച്ച് മീനങ്ങാടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. എന്ത്? ഒരു കുഞ്ഞ് കുറവ് നമ്മൾ മൈക്കിലൂടെ പ്രഘോഷിക്കും. നല്ല എന്തെങ്കിലും നടന്നാലോ, പള്ളി ഒരു 10 പേരെ വീട് വെച്ച് കൊടുത്തു പാവപ്പെട്ടവരുടെ. നമ്മളെന്ത് ചെയ്യും? ആരോടും പറയാല. നമ്മളത് വീടോ, ആ വീട്, നമ്മളത് കുഞ്ഞുതായിട്ട് കാണും. കുഞ്ഞൊരു കുറവുണ്ടല്ലോ, മൈക്ക് കെട്ടി വണ്ടിയെ കൂടെ മുഴുവൻ ചുറ്റി അടിക്കും. ഇതാണ് നമ്മുടെ നാക്ക്. ഇങ്ങനെയല്ല നമുക്ക് നാക്ക് തന്നിരിക്കുന്നത്. നല്ലത് നമ്മൾ മൈക്കിലൂടെ ഉറക്കെ പറയണം, നല്ല കാര്യങ്ങൾ. മോശം കാര്യങ്ങളോ
അത് നമ്മൾ കണ്ടിട്ടില്ല, നമ്മളത് പറയരുത് ആരോടും. എല്ലാവർക്കും കുറ്റവും കുറവും കൂടുതലും ഉണ്ട്. ആരാണേലും ദൈവം മനുഷ്യനെ ദൈവമായിട്ടല്ല ഒരാളെ സൃഷ്ടിച്ച്. ദൈവം കുറവുള്ള, ബലഹീനതയുള്ള, കൂടുതലൊക്കെയുള്ള, ഇച്ചിരി കൂടുതലും ഇച്ചിരി കുറവും ഒക്കെ ഉള്ള മനുഷ്യനെ സൃഷ്ടിച്ച്. അതുകൊണ്ട് എല്ലാവർക്കും കുറവും കൂടുതലും കാണും. ഇത് പറഞ്ഞാൽ നമ്മുടെ ആയുസ് തീരാത്ത പോലെ കുറവുണ്ടാവും. ആയുസ് കൊണ്ട് തീരെയല്ലേ കുറവ് പറഞ്ഞാൽ. ഒരവയവം നന്നാകണം. ഏത്? നാവ്. പല പ്രശ്നങ്ങളും ആരംഭിച്ചത് അതുകൊണ്ടാണ്. ഈശോ പറഞ്ഞൊരു വാക്കുണ്ട്, ഹൃദയത്തിന്റെ നിറവിൽ നിന്ന് ഡാഷ് സംസാരിക്കും. ഏത്? അപ്പൊ ഈ അവയവും ഈ അകത്ത് കിടക്കുന്ന അവയവും തമ്മിൽ ഭയങ്കര കണക്റ്റഡാ. ഏതൊക്കെ? ഹൃദയവും. ഈശോ പറഞ്ഞില്ലേ, ഹൃദയത്തിന്റെ നിറവിൽ നിന്ന് അധരം സംസാരിക്കും. ഹൃദയത്തിൽ മുഴുവൻ വെറുപ്പും വിദ്വേഷവും ചിന്തയാണെങ്കിലോ അതേപോലത്തെ വർത്താനേ വരുള്ളൂ. അതുകൊണ്ടാണ് ചില ഭർത്താക്കന്മാർ പറയുന്നത്, എൻ്റെ ഭാര്യ എന്നാ പറഞ്ഞാലും തൊക്കും തൊങ്ങലും വെച്ചേ പറയുള്ളൂ. എല്ലാത്തിനും നമ്മൾ ഉപയോഗിക്കുന്ന കത്തിക്കാണോ മൂർച്ച കൂടുതൽ, വായിക്കാത്ത കിടക്കുന്ന നാക്കിനാണോ മൂർച്ച കൂടുതൽ? ആ നാക്കിനാണ് കത്തിയേക്കാൾ മൂർച്ച. ബൈബിൾ പറയുന്നു, കത്തി കൊണ്ട് മുറിച്ചാൽ മാംസം മുറിയും, നാക്ക് കൊണ്ട് മുറിച്ചാലോ എല്ല് വരെ മുറിഞ്ഞു പോകും, ഉണങ്ങും. നാക്കുകൊണ്ട് മുറിച്ചാൽ, നമ്മുടെ കത്തി കൊണ്ട് ഒരാളെ മുറിച്ചാൽ അതൊരു വർഷം പോലും വേണ്ട അത് ഉണങ്ങി നേരെയാകാൻ. നാക്കുകൊണ്ട് ഒരാളെ മുറിച്ചാലോ അയാൾ മരിച്ച് 10 വർഷം കഴിഞ്ഞാൽ വീണ്ടും പറയും, അയാൾ 12 വർഷം മുമ്പ് എന്നോട് പറഞ്ഞ ആ വാക്കേ അന്ന് മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോകുന്നില്ല. 12 വർഷം മുമ്പ് പറഞ്ഞൊരു വാക്ക് അയാൾ മരിച്ച് 10 വർഷം കഴിഞ്ഞു. മരിക്കുന്നതിന് 2 വർഷം മുമ്പ് പറഞ്ഞൊരു ഡയലോഗാ ഇന്നും പറയുക. അയാൾ മരിച്ച് മണ്ണോട് മണ്ണായി എല്ലായിപ്പോയി. എന്നാലും അയാൾ ആ പറഞ്ഞ വാക്ക് എനിക്കോട്ട് പിടികിട്ടുന്നില്ല, എനിക്ക് മനസ്സിൽ നിന്ന് അങ്ങോട്ട് പൊറുക്കാൻ പറ്റുന്നില്ല. ഓർത്തോ, നമ്മൾ തമാശയ്ക്കാണെങ്കിലും കാര്യത്തിനാണെങ്കിലും നാവിലൂടെ വരുന്ന വാക്കിന് ബ്ലേഡിനേക്കാൾ മൂർച്ചയാണ്. അത് മക്കളോട് പറഞ്ഞാലും മുറിയും, സ്നേഹിക്കുന്ന ഭർത്താവിനോട് പറഞ്ഞാലും മുറിയും, ഭാര്യയോട് പറഞ്ഞാലും മുറിയും, ആരുടെ അത് മുറിയും. നാക്കുകൊണ്ട് മുറിഞ്ഞാൽ അതൊന്നുണങ്ങിയെടുക്കാൻ ഭയങ്കര പാടാണത്. നാവിനെ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി പറയുന്നത് സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടില്ല, എന്നാലും നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. സ്ത്രീകളൊന്നും മറക്കിയല്ല, ചിരിച്ചു കാണിച്ചാലും ഒന്നും മറക്കില്ല. മറക്കുമോ? പുരുഷന്മാരെല്ലാം പിന്നെ അങ്ങ് മറന്നേക്കും. സപ്പോർട്ട് ചെയ്ത് പറയുമല്ല, എന്നാലും ഒരു നോർമൽ ഇതാണ് പറയുന്നത്. നമ്മുടെ കുഴപ്പമല്ല, ദൈവത്തിൻ്റെ കുഴപ്പമത്. കാരണം എന്താ? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പം, പുരുഷനെ സൃഷ്ടിച്ചപ്പം മണ്ണാ എടുത്തേ. ഒരു കൊട്ട മണ്ണും കൂടി ഇടുവാണെങ്കിൽ സ്ത്രീയെയും കൂടെ സൃഷ്ടിക്കായിരുന്നു. രണ്ടും കൂടി ഒരുമിച്ച് കുഴച്ചങ്ങ് ഇട്ടാക്കിയാൽ പോരായിരുന്നു. ദൈവം പുരുഷനെ മാത്രം മണ്ണ് കൊണ്ടുണ്ടാക്കി, സ്ത്രീയെ ഉണ്ടാക്കാൻ വേണ്ടി 2 കൊട്ട മണ്ണല്ല എടുത്തത്. പിന്നെയോ എല്ലാം എടുത്തത്. മരമാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. മരമോ വല്ല പച്ചത്തടിയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതും എല്ലിനെ എടുത്തത്. ഈ സെലക്ഷൻ തെറ്റിപ്പോയി. എൻ്റെ അഭിപ്രായമാണ്, ക്ഷമിക്കണം. പുരുഷന്മാരുടെ പ്രത്യേകത, എത്ര വലിയ വില്ലാളി വീരശൂര പരാക്രമയാന്ന് പറഞ്ഞാലും, അയ്യോ അയാളെ ഈ പരിസരത്ത് കൊള്ളിയെന്ന് പറഞ്ഞാലും, അളിച്ചിരി എന്തേലുമൊക്കെ സാരില്ലാടെ പോട്ടറാന്ന് പറഞ്ഞാൽ എന്നാ ഓക്കെ, അതങ്ങ് തീരും. എത്ര വലിയ ഗുണ്ടകളാണെന്ന് പറഞ്ഞാലും 2 പേര് ഇവിടെ സംസാരിച്ച് തീർക്കടാ, പ്രശ്നം തീർക്കടാന്ന് പറഞ്ഞാൽ പ്രശ്നം തീരും. അത് മറക്കും. സ്ത്രീകളാണെങ്കിലോ അതൊന്നും മറക്കില്ല. ഇതൊരു ഭർത്താവ് തന്നെ എന്നോട് പറഞ്ഞു. ഒരു ഭർത്താവ് എന്നോട് പറഞ്ഞു, 32 വർഷമായി വെച്ചാൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. 32 മക്കള് കല്യാണം കഴിഞ്ഞ് അവരുടെ മക്കളും കല്യാണത്തിനാകാറായി. അന്നത്തെ കാലത്ത് ഫോണോ കുന്ത്രാണ്ടോ ഒന്നും ഇല്ല. കല്യാണം കഴിഞ്ഞ ആദ്യത്തെ വർഷം എൻ്റെ ഭാഗത്ത് ഭർത്താവിൻ്റെ സ്ഥാനത്ത് ഒരു ഫാൾട്ട് പറ്റിപ്പോയി. ഫാൾട്ട് പറ്റിയപ്പോൾ ഭാര്യ ഉടനെ ആങ്ങളമാരുടെ അടുത്ത് ചെന്ന് വീട്ടിൽ ചെന്ന് പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ട് വന്ന് ഭർത്താവിനെ കുരിച്ചു നിർത്തി ആങ്ങളമാരിടിച്ചു. ആങ്ങളമാരിടിച്ചപ്പോൾ ആങ്ങളമാരെല്ലാം അങ്ങോട്ട് ഒറ്റക്കെട്ടായി ഞങ്ങളുടെ കാല് പിടിക്കടാന്ന് പറഞ്ഞ് കാല് പിടിപ്പിച്ചു. അന്ന് തീർന്ന്. പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം എത്ര വർഷമായി പ്രശ്നം ഉണ്ടായിട്ട്? 32 വർഷമായി. മക്കൾ കല്യാണം കഴിഞ്ഞു, അവരുടെ മക്കളും കല്യാണപ്രായമാകാറായി. അങ്ങനെയായി. അപ്പോഴാണ് ഇപ്പോഴും എന്തേലും ഒരു പ്രശ്നം വന്നാൽ ഈ ഭർത്താവ് പറയാ, അച്ഛാ 32 വർഷം മുമ്പ് നടന്ന കാര്യം ഇന്നൊരു ചെറിയ പ്രശ്നം ഉണ്ടായില്ല, എൻ്റെ ഭാര്യ അടുക്കളയിൽ നിന്ന് ഒരു കത്തി എടുത്തിട്ട് നിങ്ങൾ പണ്ട് 32 വർഷം മുമ്പെന്ന് പറഞ്ഞ് വിറഞ്ഞു തുള്ളുവാന്ന്. അപ്പോൾ ഭർത്താവ് ചോദിക്കും, എടി നീ അതൊന്നും മറന്നില്ലേ? അപ്പോൾ ഭാര്യ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ പറയും, ഞാൻ അതൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും മറക്കില്ല മനുഷ്യ. ആക്ഷൻ ആ സ്ത്രീയുടെ കടവെടുത്ത കേട്ടോ പറഞ്ഞേ.
എൻ്റെ അക്ഷരമല്ല. ആ സ്ത്രീ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു എന്നാ ഭർത്താവ് പറഞ്ഞേ, ഞാനതൊന്നും പെട്ടെന്നൊന്നും മറക്കുമെന്ന് വിചാരിക്കേണ്ട മനുഷ്യ. സ്ത്രീകളൊന്നും മറക്കില്ല, ആണുങ്ങളാണെങ്കിൽ അതൊക്കെ. അപ്പൊ ഭർത്താവ് എടി ഞാനതൊക്കെ എന്നേ മറന്നു, നീ അതിപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക. ഞാനൊന്നും മറക്കില്ല മനുഷ്യ, ഇന്നലെ നടന്ന പോലെ എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. അതാണ്, ഒന്നും മറക്കത്തില്ല. ചിലതൊക്കെ ബോധപൂർവം മറക്കണം. മനസ്സിൽ മറക്കാത്തതുണ്ടെങ്കിൽ അത് വാക്കിലൂടെ പുറത്തു വരും. അതാ ഈശോ പറഞ്ഞ്, ഹൃദയം അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ വർത്താനം നാക്കെ വരും. അത് ഭയങ്കര മൂർച്ചയുള്ളതായിരിക്കും. അതെന്നെ ഉദ്ദേശിച്ച് പറഞ്ഞാൽ നമുക്കങ്ങ് തോന്നും, അത് നമ്മ വല്ലാണ്ട് വേദനിക്കും. ഹല്ലേലൂയ. നാവിനെ ശ്രദ്ധിക്കണം. നാവിന് ഭയങ്കര മൂർച്ചയാണ്. എത്രയോ ആൾക്കാർ പറഞ്ഞ മുറിവേൽപ്പിക്കുന്ന വാക്ക് നിങ്ങളുടെ മനസ്സിൽ ഇന്നും ഉണങ്ങാതെ ഉണ്ട്. നിങ്ങൾ തന്നെ പറയില്ലേ, എന്നോട് ചിലരൊക്കെ പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടപ്പുണ്ടെന്ന്. അത് വാക്കിൻ്റെ മൂർച്ചയാണ്. അതുകൊണ്ടാണ് 10 പ്രാവശ്യം ചിന്തിച്ചിട്ടേ ഒരു വാക്ക് ഒരാളോട് പറയാവുള്ളൂ എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഒരാളോടൊരു കാര്യം പ്രധാനമായിട്ട് പറയണം, എല്ലാ കാര്യമല്ല. എടുത്തു ചാടി പറയരുത്. നാവിനൊരു പൂട്ടിട്ട് പൂട്ടിയിടണം. നമ്മളത് ഇടയ്ക്കിടയ്ക്കേ തുറക്കാവുള്ളൂ. എന്ത് ചെയ്യണം? 10 പ്രാവശ്യം ഭാര്യയോടാ പറയുന്നതിലും 10 പ്രാവശ്യം ആലോചിക്കണം, അത് പറയണോ, അത് പറയണോ. നമ്മുടെ ബുദ്ധിയിലിട്ട് 10 പ്രാവശ്യം ആലോചിക്കണം. അന്നേരം നമുക്ക് റിസൾട്ട് കിട്ടും. അത് പറയണ്ട, അത് പറ, ഉത്തരം കിട്ടും. ഭാര്യ ഭർത്താവിനോട് പറയേണ്ട ഒരു കാര്യമാണേലും 10 പ്രാവശ്യം ആലോചിക്കണം, പറയണോ വേണ്ടയോ, എന്നാലേ പറയാവുള്ളൂ. അപ്പോൾ ഒരു ഭർത്താവ് പറഞ്ഞു, ഈ തൊള്ളുറപ്പ് വന്നോടുകൂടി അച്ഛാ നാക്ക് പോയെന്ന് പറഞ്ഞു. ഏത് വന്നോടുകൂടി? നമ്മുടെ നാക്ക് മോശമാകാൻ ഒരു കാരണമാണ്, ഒരു കാരണം എല്ലാവരും സമയം തൊഴിലുറപ്പ്. തൊഴിലുറപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടോ? ഉണ്ട്. അത് പല വാക്കുകൾ അറിയപ്പെടുന്നുണ്ട്. അവിടെ നമ്മളില്ലാത്തത് ഉള്ളത് അവിടെ പറഞ്ഞത് ഇവിടെ പറഞ്ഞത് കേൾക്കാതെ അവളുടെ കല്യാണമായോ? ഇല്ലില്ല, നടക്കിയാൽ എനിക്കറിയാവുന്നല്ലേ, നടക്കുന്നത് കാണ്ട് പൊളിക്കും. നമ്മളില്ലാത്തത് ഉള്ളതും കേട്ടതും കേൾക്കാത്തതും എല്ലാം അവിടെ ഇവിടെയും പറഞ്ഞ്. ഈ നാക്കിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കാത്തതിൻ്റെ കാരണം എന്നാ? നാക്ക് കൊണ്ട് നമ്മൾ കുറ്റം പറഞ്ഞാൽ ആ കുറ്റം പറയുന്ന നാവ് കൊണ്ട് ദൈവമേ എന്ന് വിളിച്ചാൽ ദൈവം കേൾക്കൂല്ലയോ? ദൈവം അത് പ്രാർത്ഥനയായിട്ട് പോലും അംഗീകരിക്കില്ല. കുറ്റം പറയുന്ന നാവ് കൊണ്ട് നമ്മൾ എത്ര പടപടാ പൊട്ടിച്ചാലും അത് ഗുണമില്ല, വെറും ഒച്ച മാത്രമേ ഉള്ളൂ. കുറ്റം പറയും. അതുകൊണ്ടാണ് നമുക്ക് പല അനുഗ്രഹങ്ങളും നിലനിൽക്കാത്ത. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞ്, നാവിനെ സൂക്ഷിച്ചു കൊള്ളുവിൻ. നാക്കിനെ സൂക്ഷിക്കണം, നാവിനെ നിയന്ത്രിക്കണം. ഒരു കാര്യം കേട്ടെ, ഏത് വ്യക്തിക്കാ നാവിനെ നിയന്ത്രിക്കാനുള്ള കൃപ കിട്ടുക? ഒരു വ്യക്തിയുടെ ഉള്ളിലിരിക്കുന്നത് പരിശുദ്ധാത്മാവാണെങ്കിൽ ആ വ്യക്തിയുടെ നാവ് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലായിരിക്കും. ഒരു വ്യക്തിയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവില്ലെങ്കിൽ ആ നാവ് അങ്ങനത്തെ വർത്തമാനങ്ങളൊക്കെ പറയും. നിങ്ങൾ എന്ത് വർത്തമാനമായി മനുഷ്യ പറയുന്നത് ചോദിക്കും. പരിശുദ്ധാത്മാവുള്ള വ്യക്തി അങ്ങനത്തെ വാക്കുകളെ പറയൂ. ഹല്ലേലൂയ. എന്നോട് ദേഷ്യമുള്ളവർ പറഞ്ഞേ ഹല്ലേലൂയ. അത് ശരി, ഈ 2 ദിവസം വെറുതെ പോയി. നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. എന്നോട് ദേഷ്യമുള്ളവർ, എനിക്ക് ഈ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് ഇച്ചിരി പൈസ വന്നപ്പോൾ എല്ലാ ലെവലും മാറിയിട്ടുണ്ട്. ഈ തൊഴിലുറപ്പ് വരുന്നതിന് മുമ്പ് ഒരു ചേട്ടൻ പറയാണ്, അച്ഛാ എൻ്റെ ഭാര്യയെ ഒരു സാരി മേടിക്കണേ വരെ എന്നോട് ചോദിക്കുമായിരുന്നു, ഒരു ചെരുപ്പ് മേടിക്കണേ എന്നോട്, ഞാനൊരു ചെരുപ്പ് മേടിച്ചോട്ടെ എന്ന് ചോദിക്കുമായിരുന്നു. ഞാൻ ഒരു പ്രാവശ്യം വീട്ടിൽ ചെന്നപ്പോൾ 3-4 ജോഡി ചെരുപ്പ്, അവളുടെ ചെരുപ്പ്, വലിയൊരു ചെരുപ്പ്. അപ്പം ഞാൻ ഭാര്യയോട് ചോദിച്ചു, എടി ഈ ചെരുപ്പ് ആരുടെയാന്ന് ചോദിച്ചു. ഇത് പുതിയതാണല്ലോ എന്ന് ഭർത്താവ് ചോദിച്ചു. അപ്പോൾ ഭാര്യ ഉറക്കെ പറയുവാന്ന്, ഇങ്ങനെയാ പറഞ്ഞത്, അത് ഞാൻ മേടിച്ചു, നിനക്കെന്നാ ചെയ്തോന്ന് ചോദിച്ചു. എടി ഞാൻ നിന്നോട് ചോദിച്ചെന്നല്ലേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു, ഞാൻ തൊഴിലുറപ്പിന് കിട്ടിയ പൈസ കൊണ്ട് ചെരുപ്പും മേടിക്കും, നൈറ്റി മേടിക്കും, സാരി മേടിക്കും, നിങ്ങൾക്കെന്നാ ചെയ്തം? അപ്പോൾ ആ ഭർത്താവ് പറഞ്ഞു, പണ്ട് അവൾ എന്തേലും ആണ് എന്നോടൊന്ന് ചോദിച്ചിട്ടൊക്കെ ചെയ്യുള്ളൂ, ഇപ്പൊ കൈ പൈസ വന്നേ പിന്നെ ഒരു രക്ഷയില്ല. ഇതാ ലെവലിൽ എടുക്കാവുള്ളേ. എന്തായാലും പോട്ടെ, സമയം 1 മണി കഴിഞ്ഞു. നമ്മൾ നമ്മുടെ നാവിനെ ശ്രദ്ധിക്കണം, നാവിനെ സൂക്ഷിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. നാവിനെ സൂക്ഷിക്കാൻ തീരുമാനിച്ചിട്ടില്ല അങ്ങനെയുള്ളവർ പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ ഈശോയെ കണ്ട ഒരു ഗുണം ഈ 2 മണിക്കൂർ ഒരു കാര്യമില്ല. എന്തായാലും നിങ്ങൾ നാവിനെ നിങ്ങൾ അറിയാതെ ശിശുതുല്യ ഹൃദയമുള്ളോട്ട് പറഞ്ഞതാണത്. നാവിനെ സൂക്ഷിക്കണം. ഹല്ലേലൂയ. ഇനി തൊട്ട് നല്ലത് പറയണം. നല്ലത് ഉറക്കെ പറയണം. 10 പേര് കേൾക്കെ പറയണം. ആ നല്ലതാണ്. ദേവി ഇത് നമ്മുടെ നാവ് കൊണ്ട് ആരുടെയും കല്യാണം മുടക്കാനും സ്ഥലക്കച്ചവടം മുടക്കരുത് കേട്ടോ. നമ്മളൊത്തിരി പേര് ഇങ്ങനെയാണ്, ചുമ്മാ ഒരു ഡയലോഗ്, ആ കല്യാണം മുടങ്ങിപ്പോവും.
എങ്ങനെയെങ്കിലും കല്യാണം നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബം. ചിലപ്പോൾ നമ്മളോട് ചോദിക്കും, അവിടെ ഒരു കൊച്ചിന് കല്യാണം പറയാൻ വന്നത്, എങ്ങനെയുണ്ട് കല്യാണമോ, പറയാനോ, ഉറപ്പിച്ചോ? നമ്മൾ അങ്ങനത്തെ 2-3 ഡയലോഗ് പറഞ്ഞ് ആ കല്യാണം മുടക്കിപ്പോകും. ചില ആൾക്കാർ സ്ഥലക്കച്ചവടം ചോദിച്ചു വരും, ഞങ്ങൾ അവിടെ ഒരേക്കർ സ്ഥലം നോക്കിയതാ, അത് മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്തുണ്ട് നിങ്ങളുടെ അഭിപ്രായം? നമ്മൾ ചുമ്മാ പറയും, ഒരു 12:30 ആകുമ്പോൾ ആ സ്ഥലത്ത് നിന്ന് ബൗ എന്നൊരൊച്ച കേൾക്കാം, എന്തോ ഒരു ബാധ ഉണ്ടാകാണ്ട് കേട്ടു, നിങ്ങൾ മേടിച്ചോ കുഴപ്പമില്ലെന്ന്. അത് 12:30 ആകുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ പട്ടി ഉരയ്ക്കുന്നതാണ്. പുള്ളി പറയണതാണ് അതിലെ പോക്കുവര ഉള്ളതുകൊണ്ടാണ്. നമ്മൾ ചുമ്മാ ഒരു പൊട്ടവെടുക്ക് വിടുകയും ചെയ്യും. എന്നിട്ട് നമ്മൾ അതിൽ ഒരിക്കലും ആരുടെയും സ്ഥലക്കച്ചവടമോ എന്തു പറയണം, ആരെങ്കിലും നമ്മളോട് ചോദിച്ചാൽ നമ്മൾ ആ സ്ഥലം എങ്ങനെയുണ്ട്, അത് എൻ്റെ അഭിപ്രായത്തിൽ വളരെ നല്ല സ്ഥലമാണ്, നിങ്ങൾ വേണമെങ്കിൽ മേടിച്ചോ. അയ്യോ ആ കൊച്ചിന് കല്യാണം പറഞ്ഞു വന്നാൽ എങ്ങനെയുണ്ട്, എൻ്റെ അറിവിൽ ആ കൊച്ച് വളരെ നല്ലൊരാളാണ്, എനിക്ക് അത്ര അറിയത്തുള്ളൂ, ബാക്കി അറിയത്തില്ല. അല്ല ആ കൊച്ചിനെ എനിക്ക് പണ്ടറിയായിരുന്നു, ഇപ്പം എനിക്ക് അറിയത്തില്ല, അതൊന്നും നമ്മളൊന്നും പറയാൻ നിൽക്കരുത്. നമ്മുടെ നല്ലത് ഉറക്കെ പറയണം. ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാം, കണ്ണുകളടയ്ക്കാം. ഈ ഒരു 1-2 മണിക്കൂർ സമയം നമ്മൾ പ്രാർത്ഥിച്ചു, നമ്മൾ കേട്ടു. എന്താ കേട്ടത്? നമ്മുടെ കുടുംബം സന്തോഷമുള്ള, പ്രാർത്ഥനയുള്ള, അനുഗ്രഹമുള്ള ഒരു കുടുംബമാകണം. കണ്ണുകളടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച്, ഇതാ ഇന്ന് ഈ 1-2 മണിക്കൂർ നമ്മൾ കേട്ട കാര്യങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ ഒരു ബോധ്യമായിട്ട് വെക്ക്. ഒരു ബോധ്യമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമാകണം എൻ്റെ കുടുംബം. പ്രാർത്ഥനയുള്ള ഒരു അപ്പനാക്കണേ എന്നെ, പ്രാർത്ഥനയുള്ള ഒരു അമ്മയാക്കി മാറ്റണമേ, പരിശുദ്ധാത്മാവോടെ എന്നെ നിറയ്ക്കണമേ.